എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. വിശുദ്ധ ബൈബിളിലെ എബ്രായർ എഴുതിയ ലേഖനത്തിലെ 9-ാം അധ്യായം അതിന്റെ 27, 28 വാക്യം രാത്രി നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഇവിടെ കർത്തദാസകളെ വായിക്കും. ബൈബിള് വായിച്ചു കഴിഞ്ഞാൽ ആരും കുനിഞ്ഞിരിക്കുന്ന എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. നമ്മളുടെ കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ഞങ്ങളുടെ പരിശുദ്ധമായ സ്വർഗ്ഗീയ നല്ല പിതാവേ, പരിശുദ്ധ ദൈവമേ, ഈ രാത്രികാലം വായിച്ച ദൈവമേ, വേദവാക്യ ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, 5 അപ്പത്തെ 2 മീനിനെ വാഴ്ത്തു നൽകിയ കർത്താവേ, 5000 പുരുഷന്മാർക്ക് കർത്താവേ നൽകിയ കർത്താവേ, ഈ രാത്രികാലം വായിക്കപ്പെട്ട വേദവാക്യത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഏത് ആത്മാവിലാണ് അത് എഴുതിയ കർത്താവേ, അതേ ആത്മാവിൽ അത് ധ്യാനിപ്പാൻ, അത് ചിന്തിപ്പാൻ, ഈ ദേശത്തിന്റെ അത് കൊഴുതിവിടുവാൻ സ്വർഗ്ഗ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലറിയ അടുക്കുന്ന സാത്താന്യ ശക്തിയെ, പാപത്തിന്റെ അന്ധകാരത്തിലേക്ക് ഈ വാക്കളെ വലിച്ചുകൊണ്ട് ദുഷ്ടശക്തിയെ സ്വർഗത്തിന് ഭൂമിക്ക് അധികാരം പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിട്ടുകയാണ്. സ്വർഗ്ഗം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. കർത്താവേ, ഈ രാത്രികാലം കേൾക്കുന്ന വ്യക്തികൾ നാളെ കാലത്ത് കർത്താവേ നിന്റെ കൃപയോട് അടുത്തു വരുവാൻ സ്വർഗ്ഗ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, ജീവന്റെ ജലം അവൻ സൗജന്യമായി കുടിക്കട്ടെ. ഈ രാത്രികാലം ദൈവമേ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് കൃപയുടെ ജലം കുടിക്കുവാൻ ഒരു കൂട്ടം വ്യക്തികളെ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനമകത്വം പ്രകോശവും ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞു മരിച്ചുയർത്തിനേറ്റു, രണ്ടാമത് വരും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുന്നു. ദൈവത്തോടെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ പിതാവേ, ആമേൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ജീവിതമേ, എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് ഇവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? വിദേശ പണം കൊണ്ടല്ല. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങുകളെ ക്രമീകരിക്കുവാൻ ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങൾ ദൈവത്തിന്റെ വേല വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം ആർക്കെന്തല്ല, കടക്കാരൻ അല്ല. സന്തോഷം കൊണ്ടാണ് പറയുന്നത്. യേശു ജനിച്ചതുപോലെ ഈ ലോകത്തിൽ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടോ? എനിക്ക് പറ, ആ വ്യക്തി എങ്ങനെ പ്രസംഗിക്കാം? ഹല്ലേലൂയ. യേശു മരിച്ചതുപോലെ ഒരു വ്യക്തി ഈ ലോകത്ത് മരിച്ചിട്ടുണ്ടോ? എനിക്ക് പറ, ആ വ്യക്തി എങ്ങനെ പ്രസംഗിക്കാം? യേശു ശിക്ഷ ഏറ്റുവാങ്ങിയതുപോലെ ഈ ലോകത്തിൽ ഒരു വ്യക്തി ശിക്ഷ വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് പറ, ഞങ്ങൾ പ്രസംഗിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ നിശബ്ദം പറയുമ്പോഴും ദൈവത്തിന്റെ പകരം ചലിക്കുക. ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം പറയാൻ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ ലോകത്തിന്റെ ചരിത്രം പറയാൻ ഒരു പുസ്തകവുമില്ല. ലോകത്തിന്റെ ചരിത്രം എന്തെന്ന് പറയാൻ ഞങ്ങൾ ഉയർത്തുന്ന ഈ ബൈബിളുണ്ടോ, അത് മാത്രമേ ലോകത്തുള്ളൂ. തെളിവ് സഹിതം നിർത്തിത്തരാം. 1600 വർഷം കൊണ്ട് എഴുതിയൊരു പുസ്തകം ലോകത്തിലുണ്ടോ? പറയൂ. 1600 വർഷം കൊണ്ട് എഴുതിയൊരു പുസ്തകം ലോകത്തിലുണ്ടോ? ഇല്ല. ഒരു പുസ്തകം ഇറക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, DC ബുക്സ് അതുപോലെ പുസ്തക കമ്പനികൾക്ക് കഴിയുമോ? കഴിയത്തില്ല. കാരണമെന്ന് പറഞ്ഞാൽ 1600 വർഷം കൊണ്ട് ഭാഷകൾക്ക് വ്യത്യാസമുണ്ടാകാം, സംസ്കാരത്തിന് വ്യത്യാസമുണ്ടാകാം, ജീവിതത്തിന് വ്യത്യാസമുണ്ടാകാം. മനുഷ്യരാൽ അസാധ്യമെങ്കിൽ അത് ദൈവത്താൽ സാധ്യം. അതുകൊണ്ട് ബൈബിൾ ദൈവിക ഗ്രന്ഥമാണ്. ഹല്ലേലൂയ. ഈ ബൈബിളിനെ തച്ചുടയ്ക്കുവാൻ നമുക്കറിയാമല്ലോ, യേശു ദൈവമല്ലെന്ന് എഴുതുന്ന ഒരു പുള്ളി ഇവിടെ ഉണ്ട്, ഇടമറുകെന്ന് പറയും. ഹല്ലേലൂയ. ഈ യേശു ദൈവമല്ല എന്ന് ഇടമറുക എഴുതുമ്പോൾ ഇടമറുകിന്റെ ഐഡന്റിറ്റി കാർഡ്, ഇടമറുകിന്റെ ജന്മം, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണമെങ്കിൽ യേശുവിന്റെ ജനനത്തെ മരണത്തെ ആധാരമാക്കിയ AD എന്നും BC എന്നും കണക്ക് കൂട്ടിയ ഇടമറുകിന്റെ ജന്മദിനം പോലെ എഴുതി കുറിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ബൈബിളിനെ തച്ചുടയ്ക്കുവാൻ ചോട്ടാൻ എന്നെയും നിങ്ങളെ പോലെ ആൾക്കാരല്ല, സാമ്രാജ്യങ്ങളെ ഇറങ്ങിയത് ബൈബിളെ തച്ചുടയ്ക്കാൻ വേണ്ടി.
ഹല്ലേലൂയ. BC 167 എപ്പിഫാനോസ് എന്ന സിറിയൻ രാജാവ് ബൈബിളിനെതിരെ വന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ബൈബിളിനെ ദൈവമല്ലെന്ന് പറഞ്ഞു. അവൻ നശിച്ചു. AD 305 റോമൻ ചക്രവർത്തി ഡയോക്ലീഷ്യസ് ബൈബിളിനെതിരെ വന്നു. ബൈബിള് കത്തിച്ചു. ബൈബിളിന്റെ ചാമ്പൽ അവൻ കൊടിമാറ്റി. ഹല്ലേലൂയ. എന്നാൽ കേൾക്കുമ്പോൾ ചരിത്രമാണ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. AD 307 വർഷം കഴിഞ്ഞപ്പോൾ കുസ്തിന്തോസ് എന്നൊരു റോമൻ രാജാവ് അവൻ ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ട് പറഞ്ഞു, ഇത് ബൈബിൾ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. ഇത് രാജകൽപ്പനയാ. ആര് ബൈബിളിനെതിരായിട്ടുണ്ടോ അവിടെ ഞങ്ങൾ പ്രതികരിക്കത്തില്ല. ഞങ്ങൾ പ്രതികരിക്കാത്തതിന്റെ കാര്യമെന്ന് ബൈബിള് ദൈവത്തിന്റെ ഗ്രന്ഥമെങ്കിൽ അത് പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ